മഴ വന്നാ ഇപ്പോൾ നല്ല വെയിലായല്ലോ. കോവയ്ക്ക പൊട്ടിക്കാൻ പോയതാ? കുറേ കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്ന് ഇത് വയ്ക്കാം അല്ലേ, ഉപ്പേരിക്ക്? ഇത് വയ്ക്കാം വേറെ ഇത് മതി അതെയാ വയറ്റാറായി. ഞാൻ അതാ വിരിച്ച. ഇത് വെട്ടിക്കൊണ്ട് പോന്ന. കൂട്ടാൻ വയ്ക്കും. അതല്ലേ. എത്തോ അത് വലിയതാട്ടാ. ഇക്ലിയാക്കാൻ. നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോണത് ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ തൊടിയിലെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ കോവയ്ക്ക പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കൊപ്പക്കായ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊപ്പക്കായ കൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. കോവയ്ക്ക കഴുകി വെച്ചു. ഇത് കൊപ്പക്കായ, ഇത് നുറുക്കണം കേട്ടോ. നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാം, കൊപ്പക്കായ പുളിങ്കറി വയ്ക്കാം. പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് പരിപ്പെടുത്തിട്ട് കുക്കറിൽ വേവിക്കാം. അത് വേവുമ്പോഴേക്കും നമുക്ക് കൊപ്പക്കായ നുറുക്കാട്ടോ. കൊപ്പക്കായ നുറുക്കി വെച്ചു. അപ്പുറത്ത് ഞാൻ കോവയ്ക്കും നുറുക്കി. പെട്ടെന്ന് പണി കഴിക്കാനുള്ള പരിപാടിയാണ്. കോവയ്ക്ക ഉള്ളി മൂപ്പിച്ച് ഇട്ടു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉള്ളി മൂപ്പിച്ചപ്പോൾ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കോവയ്ക്ക ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, മുളകിട്ടു. നന്നായിട്ട് വെന്തു. അതിൻ്റെ പണി കഴിഞ്ഞു. കോവയ്ക്ക മെഴുക്ക് പുരട്ടി വാങ്ങി വെച്ചു. പുളിങ്കറി അവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പുളി ഒഴിക്കണം. പുളി ഒഴിച്ചു. പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അത് വറുത്തിടാനുള്ള കടുകും മുളകും പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കടുക് ഇട്ടു, ഉലുവ ഇട്ടു. അതൊക്കെ പൊട്ടിക്കഴിയാറായി. മുളക് പൊട്ടിച്ചിട്ടു, വറ്റൽമുളക്. തീ ഓഫാക്കി കറിവേപ്പിലിട്ടു. കൂട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാം. യെസ്, പണി കഴിഞ്ഞു. അപ്പം നമുക്കിഷ്ടപ്പെട്ട 2 കറികളായി. ഊണ് കഴിക്കാം. മതി. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ കൊപ്പക്കായ പുളിങ്കറി. കുറച്ച് കൂട്ടാനും കുറച്ച് ചോറും കൂടുതൽ കൂട്ടാനും. അത് മത്തങ്ങ ഇന്നലെ ഉണ്ടാക്കിയത് അതല്ലേ, ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയത്. കൊണ്ടാട്ടരിക്കുണ്ട്, അച്ചാറുണ്ട്. ഒത്തിരി ഇട്ടോളോ. യെസ്. അപ്പം അങ്ങനെ നമ്മളിന്ന് പാചകമൊന്നും കാണിച്ചില്ല. കാരണം നമ്മുടെ കോവയ്ക്കുപ്പേരി മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണുന്നത് മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ വർത്തമാനം പറയാം അല്ലേ. ആൾക്കാരോട് സമാധാനം പറയാനുണ്ട് കേട്ടോ. കുറേ മറുപടി പറയാനുണ്ടെന്ന്. എന്താണ് നമ്മൾക്കറിയാലോ, നമ്മൾ പുളിങ്കറി ഇഷ്ടപ്പെട്ട ഒരു വിഭവമായതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് പുളിങ്കറി വെക്കണം. ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. രാജേട്ടൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കൂട്ടി. പിന്നെ രാജേട്ടനെയും ഇതൊക്കെ ഇഷ്ടമല്ല. കോവയ്ക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ കോമ്പൻസ് കയറി പോയി. അതിന് മത്തങ്ങ ഇഷ്ടം. കൊണ്ടാട്ടിരിക്കുന്നുണ്ടല്ലേ മക്കള്. കൊപ്പക്കായ വയറിന് നല്ലതല്ലേ. ബെസ്റ്റ് സാധനല്ലേ. ജസ്കയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിട്ടാ? കൊപ്പക്കായ അല്ലേ. കൊപ്പക്കായ പുളിങ്കറിയാണ് ഏറ്റവും ഇഷ്ടം. പുളിങ്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കറി തന്നെയാണ് അല്ല. അതൊരു പ്രത്യേക നാടനാണ്. ഒട്ടും ചിലവില്ല, സ്വാദ് കൂടുതലാണ്.
വയറിന് നല്ലതാണ്, വായിക്കും നല്ലതാണ്. അതാണ് എൻ്റെ സുഖം. പിന്നെ മാങ്ങയുടെ പണിയാണ് നടക്കുന്നത് ഞങ്ങൾക്കിവിടെ. മാങ്ങ കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കണം. ജ്യൂസ് ഉണ്ടാക്കി ഞങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ മാങ്ങ വെറുതെ പ്രോസസ്സ് ചെയ്ത് വെച്ചു, അതും കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ട് ഉണക്കി വെക്കില്ലേ നമ്മളിങ്ങനെ, എന്തെന്നാ പറയുക ജയശ്രീയ? മാങ്ങാത്തര ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പോലെയൊക്കെ നമ്മൾ മാങ്ങാത്തര ഉണ്ടാക്കിയത് കട്ടി കുറഞ്ഞിട്ടുള്ള മാങ്ങാത്തരയായിരുന്നു. ഈ പ്രാവശ്യം കട്ടി കൂടിയത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതേ അവിടെ ജയശ്രീ ആ പണി ചെയ്തുകൊണ്ട്, ജയശ്രീ ഇപ്പോഴ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കുറേ മാങ്ങ ഇന്നലെ രാത്രി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടൊക്കെ ഇങ്ങനെ കീറി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒക്കെ ചെത്തിയെടുക്കുകയാണ്. മാങ്ങയുടെ കാമ്പൊക്കെ ചെത്തിയെടുക്കുകയാണ്. അതൊക്കെ കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയൊക്കെ ചെയ്തത്. ഇനി ഇത് തിരയുണ്ടാക്കാനാട്ടോ. കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ. ജ്യൂസ് ഉണ്ടാക്കിയത് ഉണ്ടാക്കാം. ഇത് കഴിഞ്ഞിട്ട് നാളെ ഉണ്ടാക്കാം ജ്യൂസ്. ഇന്നിപ്പോൾ തിരയുടെ അവസാനിപ്പിക്കാം. അപ്പം അങ്ങനെ അതാണ് ഒരു പണി കേട്ടോ. ഞാനും വരാട്ടോ ഇപ്പോൾ ജയശ്രീ പെരിച്ച് വെച്ചതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒഴിവ് കിട്ടി. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് മറുപടി, കമൻറ്റുകൾക്ക് മറുപടി പറയാനായിട്ട് ഉണ്ട്. കാരണം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ, ടീച്ചർ നാളെ തന്നെ ഇത് വായിച്ചിട്ട് കമൻറ്റ് മറുപടി തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കുറച്ചങ്ങോട്ട് ചെയ്യാമെന്ന്. ആദ്യത്തെ കമൻറ്റ് വായിക്കാം കേട്ടോ. ശ്രീദേവി മേനോൻ, നമസ്തേ ടീച്ചറെ, എല്ലാ വിഭവങ്ങളും അടിപൊളി. കൈപ്പൊള്ളി എന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നി. ഞാൻ പുരട്ടിയാലും വേഗം ഭേദമാകും. ശ്രീദേവി മേനോൻ പറഞ്ഞു എല്ലാം ഇഷ്ടമായി എന്ന് പറഞ്ഞു. നല്ല വിഭവങ്ങൾ തന്നെയാണ് കേട്ടോ. നാടൻ വിഭവങ്ങളല്ലേ, എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ ഒരു കൈപൊള്ളി ശരി തന്നെയാണ്. ചീനച്ചട്ടി ഉണ്ടല്ലോ, ഹിന്ദാലയത്തിൻ്റെ ചീനച്ചട്ടി ശരിക്കും വെച്ചില്ലെങ്കിൽ കൈ പൊള്ളും ഉറപ്പതാ. ഇപ്പോൾ കണ്ടില്ലേ അടയാളം എന്താ, കുഞ്ഞടയാളാണ്. പെട്ടെന്ന് മരുന്ന് പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ആ മരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് കേട്ടോ. അത് നല്ല ഇഫക്റ്റീവ് രാത്രി. ഞാൻ അതിന് മുന്നൊരു ദിവസം ജയശ്രീക്ക് ഓർമ്മയുണ്ടോ, അതായത് എൻ്റെ ഈ വിരലിന്മ പൊള്ളിയിട്ട് ഞാൻ അതിന് മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാണ്ടിരുന്നപ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ കുഴിഞ്ഞു വന്നു. ഇങ്ങനെ ഞാൻ അപ്പോഴും മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മുടെ പണിത്തിരക്കിനുള്ളിൽ ഇതിനൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പം ഞാനതാണ് പോട്ടെ, എനിക്കൊരു കുഞ്ഞെ മുറിവിനൊക്കെ നമ്മൾ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറ്റാണ്ട് ഇപ്പം ഞാൻ ജയശ്രീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് വെച്ചു. ഇല്ലേ ജയശ്രീയ? ഏത് ചെയ്തെന്നിട്ട് തേക്കിൻ്റെ മുമ്പ് അതന്നെ ജയശ്രീ ഉണ്ടാക്കിയ മരുന്ന് തന്നെയല്ലേ അത്? അതന്നെ അതന്നെ. അപ്പോൾ ജയശ്രീ എനിക്ക് ആ മരുന്ന് ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു. ആ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് വയ്യാണ്ട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് മേലൊക്കെ ഇങ്ങനെ തൊലി പോയില്ലേ, വയസ്സാകുമ്പോൾ നമ്മൾ കിടപ്പ് രോഗികൾക്ക് മേല് തൊലി പോകുന്ന ഒരു അസുഖം വരും. കിടന്ന് ചൂടാവുമ്പോൾ തൊലി പോകുമ്പോൾ ഓയിൻമെൻറ്റൊക്കെ പുരട്ടുക, ഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്യും. ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ജയശ്രീ ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് സഹായിക്കാറുണ്ടായിരുന്നു, എനിക്ക് സഹായിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ജയശ്രീയുടെ അമ്മാമ്മൻ്റെ മോള് ഒരു സൂത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ ജയശ്രീ പറഞ്ഞു ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മൻ്റെ മോള് പറഞ്ഞോളൂ ജയശ്രീ എന്ന്. അപ്പോൾ അവളുടെയും പേര് ജയാന്ന് തന്നെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ തേക്കിൻ്റെ കൂമ്പ് എടുത്ത് വെളിച്ചെണ്ണയിൽ മുറുക്കി അത് പറ്റി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞു. പൊട്ടി കഴിഞ്ഞു എന്നിട്ടോ അത് ചെയ്തു. നമുക്ക് ചെയ്തപ്പോൾ ഉണക്കായി, എല്ലാം ഭേദമായി. നല്ല മരുന്നാ, അധികം ചിലവില്ലല്ലോ. അതിൻ്റെ ആ തളി കൂമ്പ് നുള്ളി എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ പൊട്ടിച്ചിടുക, അത്രയേ ഉള്ളൂ. വെട്ടുമ്പോൾ പൊട്ടൽ നിൽക്കുമ്പോൾ വാങ്ങി. അപ്പോൾ ജയശ്രീ ഈ മരുന്ന് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് ഇത് പുരട്ടിയപ്പോൾ പെട്ടെന്ന് മാറി. പിന്നെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടുമില്ല കേട്ടോ. നല്ല ഇഫക്റ്റീവായിട്ടുള്ള മരുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര, സാധാരണ വയസ്സായി കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന അസുഖമാണല്ലോ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ തൊലി പോവുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല സിദ്ധൌഷധമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത്
ഒരു യൂട്യൂബിൽ ഇട്ടു. ഞാനും ജസ്റ്റിയും കൂടി ഇട്ടത് വീണ്ടും ഒരു വീഡിയോ ആക്കി പിടിച്ചിട്ട് യൂട്യൂബിലിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും കാലത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഇട്ടപ്പോൾ കുറേ പേര് എനിക്ക് കമൻ്റ് ഇട്ടു, ടീച്ചറേ ഇത് പൊള്ളലിന് നല്ലതാണ് എന്ന്, പൊള്ളലിന്. അപ്പോൾ അത് സൂപ്പറല്ലേ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ ഇങ്ങനെ പൊള്ളിയപ്പോൾ ഞാൻ ജയശ്രീ എനിക്ക് ആ മരുന്നുണ്ടാക്കി തരുമോയെന്ന് വെച്ചു. തേനേക്കാൾ തേനൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ലേ, ഇതും നമ്മൾ ഇത്തിരി ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ തേനേക്കാൾ ഇഫക്റ്റീവാന്ന് എനിക്ക് തോന്നണത് കേട്ടോ ജയശ്രീ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പുരട്ടിയപ്പോൾ അന്ന് ആവി വന്നിട്ട് ഈ പാകം മുഴുവനും ആവി കൊണ്ടിട്ട് ഭയങ്കരമായിട്ടായി. പെട്ടെന്ന് ഇത് പുരട്ടി അത് ഒരു കുഴപ്പമില്ലാണ്. അപ്പം ഇന്നലെ ഇത് പുരട്ടി ഇത്രയല്ലേ വന്നുള്ളൂ, അല്ലെങ്കിൽ പൊളച്ച് പ്രശ്നമായാലേ. പിന്നെ ഇതുകൊണ്ട് വേറെ ഒരു ഉപകാരം ഉണ്ടെന്ന് ഇന്നാൾ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു, ജയാസ് വെറൈറ്റി ബ്ലോഗ്സില്ലേ, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തുകൾ വരില്ലേ ഇങ്ങനെ മുഖത്തൊക്കെ കുത്തുകൾ വരിക, കയ്യുമൊക്കെ കുത്തുകൾ വരണതിന് ഈ കുത്ത് മീൻസ് കറുത്ത അടയാളങ്ങൾ, കുഞ്ഞു കുഞ്ഞു കുത്തു പോലത്തെ അടയാളങ്ങൾ വന്നാൽ അവർ കറുപ്പ് നിറമൊക്കെ ശരീരത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇത് പറ്റിയാൽ മാറുമെന്ന് ജയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഗുണങ്ങൾ എനിക്ക് മനസ്സിലായത്. ഒന്ന് ജയശ്രീ പറഞ്ഞത്, ഒന്ന് മുൻപ് വേറൊരാൾ പറഞ്ഞത്, ഇപ്പോൾ ഇത്. അപ്പോൾ ഞാൻ 2 കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ നോക്കാട്ടോ അതിനി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ലക്ഷ്മിക്കുട്ടി നായർ, അടിപൊളി ലഞ്ച്, മുളക് ചുട്ട് ചാരിച്ചതും സൂപ്പറാണ്. അതെ, ചുട്ട് ചാലിട്ടതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. പച്ചമുളകിന് ചൂനിയമുളകിന് ഒരു ടേസ്റ്റാണ്, ചുട്ട് ചാലിച്ചാൽ വേറെ ടേസ്റ്റാണ്. അത് സൂപ്പറായിട്ടോ ലക്ഷ്മിക്കുട്ടി. എനിക്കറിയാം, ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ലക്ഷ്മിക്കുട്ടിക്ക് പ്രത്യേകം നന്ദി കേട്ടോ. സുധാദേവി, സൂപ്പർ കറികൾ. സുധാദേവി എൻ്റെ എല്ലാ വീഡിയോസും ആദ്യം കാണുന്ന ആളാണ്, മാത്രമല്ല അതിനൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുമാണ് കേട്ടോ. താങ്ക്സ് കേട്ടോ, താങ്ക് യു സുധാ. പ്രസന്ന എലത്തൂർ, എല്ലാം നന്നായിട്ടുണ്ട്. പ്രസന്ന എലത്തൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജിത്തുവിൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പോയപ്പോഴും കണ്ട ആളാണ് പ്രസന്ന എലത്തൂർ. അപ്പോൾ താങ്ക് യു പ്രസന്ന. പിന്നെ വീണ്ടും ആളനെയാ, ടീച്ചർ നന്നായി പാടുന്നുണ്ടല്ലോ. അത് വെറുതെ മൂളിപ്പാട്ട് എല്ലാവർക്കും പാടിക്കൂടെ? മൂളിപ്പാട്ട് പാടാത്ത ആരില്ലെന്ന് പറയാ അല്ലേ, പറയില്ലേ? കഴുതില്ലാന്ന് അത്ര പാട്ടൊന്നുമില്ല കേട്ടോ. അടുത്തത് ജോസി ഫിലിപ്പ്. ജോസി ഫിലിപ്പ്, ഇന്നത്തെ എല്ലാ വിഭവങ്ങളും സൂപ്പർ. താങ്ക് യു ജോസി, താങ്ക് യു. ജോസി അങ്ങനെ തന്നെ നമ്മുടെ എല്ലാം കാണാറുണ്ട്. ശാന്തി നന്ദകുമാർ, വെറുതെ ലവ് ചിഹ്നം. ശാന്തി, താങ്ക് യു. ഫൈസലുദ്ദീൻ, അമ്മേ എന്താ മോനെ. പിന്നെ വനജ പ്രവീൺ, എല്ലാം സൂപ്പർ ചേച്ചി. താങ്ക് യു വനജ കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാത്തിനും കമൻറ്റ് ചെയ്യുന്ന ആളാണ്. വിശദീകരിച്ചുള്ള കമൻ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ വനജ. ജയന്തി നായർ, നല്ല ഭംഗിയുള്ള പൂക്കൾ. നമ്മളുടെ പറമ്പിലുള്ള പൂക്കളാണ്, ഓണത്തിന് ഉണ്ടാവുന്ന പെരുമ്പൂവ്, പിന്നെ ഇപ്പോൾ വയലറ്റ് പൂവില്ലേ, അത് അങ്ങനത്തെ പൂക്കളൊക്കെ തന്നെയാണ്, ഇഷ്ടംപോലെ ഉണ്ട്. വീണ്ടും ആളല്ല. നമസ്കാരം ടീച്ചർ. നമസ്കാരം. നമസ്കാരം ജയന്തി. എൻ്റെ നാരായണിയും കൂടി കാണുന്ന ആളാണ് കേട്ടോ. നാരായണി നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നേരം വൈകും കൂടി പറ്റണില്ല എനിക്ക്, അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പതുക്കെ പോവും. ദീപ വി ആർ, ഹായ് ടീച്ചർ, സൂപ്പർ ലഞ്ച്. താങ്ക് യു ദീപ, താങ്ക് യു. സുമ സുരേഷ്, ടീച്ചർ ഇത് കണ്ടിട്ട് റെസിപ്പി ചെയ്യുമ്പോൾ പറയണം. അതായത് അടുത്തതാ പറയണത്, അടുത്തുണ്ട്. ആദ്യം സുമ സുരേഷ്, ടീച്ചറിൻ്റെ വീട് എവിടെ ഒന്ന് കാണാനാണ്. അന്ന് സുമ പറഞ്ഞൊക്കെയാണ് ടീച്ചറിൻ്റെ വീട് എവിടെയാണെന്ന്. എൻ്റെ വീട് വരന്തരപ്പള്ളിയിൽ എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോണ വഴിയിൽ ആമ്പല്ലൂർ ഒരു സ്റ്റോപ്പുണ്ട്. ആമ്പല്ലൂരിൽ നിന്ന് പാലപ്പള്ളിക്ക് പോണ റൂട്ടാണ്. വരന്തരപ്പള്ളിയിലാണ് എൻ്റെ വീട്, അടുക്കാണ് വരന്തരപ്പള്ളി. അവിടെ ഇറങ്ങിയാൽ എൻ്റെ വീട്ടിലെത്താം. അല്ലെങ്കിൽ എന്താ പിന്നെ വിശേഷമാവോ അല്ലേ? എന്നെ കാണാനാണോ?
വരൂ കേട്ടോ, കാണാണെങ്കിൽ വരൂ. ദീപ വേണുഗോപാൽ, അലമാര പുതിയതാണോ? അലമാരയല്ല മോളെ, ഇത് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിയതാ. എന്താണെന്നറിയോ, നമ്മുടെ ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജാണ്, പണ്ടത്തെ ഫ്രിഡ്ജാണ്, പണ്ടത്തെ. അതായത് ഒരു 10-15 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ആ ഫ്രിഡ്ജ് വാങ്ങിയിട്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണത്. കുഴപ്പമൊന്നുമില്ല, കേടൊന്നുമല്ല. പക്ഷെ സ്ഥലം പോരായ വന്നു. ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയപ്പോഴേ മാമ്പഴത്തിൻ്റെ സംസ്കരിച്ച് വെക്കണതൊക്കെ കൂടി ആകുമ്പോൾ കൊള്ളണില്ല. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മയ്ക്ക് പുതിയ ഫ്രിഡ്ജ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഫ്രിഡ്ജ് വാങ്ങി. ഇപ്പോൾ എല്ലാവരും ആചാട്ടനും പറഞ്ഞു മാറ്റാം നമുക്ക്. അപ്പോൾ എന്തുണ്ടായെന്നറിയോ, ഇത് ഇത്തിരി വലിയ ഫ്രിഡ്ജായ കാരണം പഴയ ഫ്രിഡ്ജ് ഇട്ട സ്ഥലത്ത് ഇത് കിടക്കില്ല. പിന്നെ അവിടുത്തെ സ്ഥലം ഉണ്ടാക്കിയിട്ട് വേണം ഇതിനെ അവിടേക്ക് മാറ്റാനായിട്ട്. അതുവരേക്കും ഇതിനെ ഇവിടെ തന്നെ സ്ഥാപിച്ച് വെച്ചേക്കുക. അവിടെ ശരിയാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഫ്രിഡ്ജ് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. ഇത്ര വലുത് എനിക്ക് വേണമായിരുന്നില്ല, പക്ഷെ കൊണ്ടുവന്നപ്പോൾ ഇത്രയ്ക്ക് ആയിപ്പോയി. അതാണ് കേട്ടോ, അതായത് മരിയല്ല ഫ്രിഡ്ജാണ്. അത് ഞാൻ വെക്കുമ്പോഴുണ്ടല്ല, ആദ്യമായിട്ട് വെക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അതിനുള്ളൊക്കെ തുറന്നതിൻ്റെ പ്രത്യേക പ്രവർത്തന ഇതൊക്കെ ഉണ്ട്. 2 ഫ്രീസറൊക്കെ ഉള്ളതാണ്. ഒരെണ്ണം വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ പിള്ളേരൊക്കെ വാങ്ങി തരുമ്പോൾ അവരിഷ്ടത്തിന് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡായിട്ടുള്ളത് വാങ്ങും, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ചെറുത് തന്നെ ഇഷ്ടമായിരുന്നത്. എന്തായാലും അത് ഇത് ശരിക്കും വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാനത്. അങ്ങനെ അപ്പോൾ കുറച്ച് ഇന്നലത്തെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് എന്ന് വായിച്ചത് കേട്ടോ. ഇതിന് മുമ്പത്തെ കുറേ കമൻറ്റുകൾ വായിക്കാൻ കിടക്കുന്നുണ്ട്. ഞാനതിൽ കുറേയൊക്കെ ഉത്തരം എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി കൂട്ടണില്ല, നടക്കണില്ല. ഞാൻ കാണുന്നൊക്കെ ഉണ്ട്, എല്ലാവരുടെ കമൻറ്റും കാണുന്നുണ്ട്. അതനുസരിച്ച് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് പറ്റണില്ല, അതാണ് കേട്ടോ. പിന്നെ ജയശ്രീതി ഞങ്ങൾ മാങ്ങയുടെ പണിയുണ്ട് കണ്ടോ. മാങ്ങയുടെ ഈ മാങ്ങ ഇങ്ങനെ ഒക്കെ പൂളിയെടുത്ത് ഇനിയുണ്ട്. ഇപ്പോൾ വേറെ ഒരു പാത്രത്തിലും കൂടി ഉണ്ട് കേട്ടോ, കൊണ്ടുവരാം. ഇന്നലെ രാത്രി ഇതൊക്കെ തൊലി കളഞ്ഞ് വെച്ചതാണ്. എൻ്റെ സാരിയുടെ കളറൊക്കെ മാച്ച്. ഇനി ഇതൊക്കെ പൂളി എടുത്തിട്ട് ഇത് മിക്സിയിൽ അടിച്ചിട്ട് അതിനെ അരിച്ചിട്ടാണ് ഞങ്ങൾ ജ്യൂസിലേക്ക് വയ്ക്കുക. ഇങ്ങനെ മറ്റേ തെര ഉണ്ടാക്കാനായിട്ട് അടിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് ഒന്ന് പതുക്കെ വേവിച്ചിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റിക്കും. എന്നിട്ടാണ് ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവയ്ക്കണത് കേട്ടോ. ഇപ്പോൾ ഈ പണി തുടങ്ങാൻ പോവാം ഞാനും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ എനിക്ക് വേണ്ട സപ്പോർട്ട് തരുന്ന എല്ലാവരുടെ പേര് എടുത്തെടുത്ത് പറയണില്ല. കുറേ പേരുണ്ടല്ലോ, കുറേ പേരുണ്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ പണിയിലേക്ക് ഞാൻ കടക്കട്ടെ കേട്ടോ. ഓക്കെ.